ഉൾക്കടലെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നൊരു കാര്യം പറയാണ്. ജോർജിന്റെ സിനിമയിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ് ഉൾക്കടൽ. അതുകൊണ്ട് പലപ്പോഴും ജോർജിന്റെ സിനിമകളുടെ കൂട്ടത്തിൽ ഉൾക്കടൽ ഉൾപ്പെടുത്തി പറയാറില്ല. അതും ജോർജിനുണ്ടായിരുന്ന സൂക്കേട് എന്നുള്ളത് ഞാൻ മറക്കുന്നില്ല. അതൊരു വാസ്തവമാണ്. കാരണം ജോർജിന്റെ സിനിമയുടെ രീതിശാസ്ത്രമല്ല ഉൾക്കടൽ. നിങ്ങൾ ഓർത്തു നോക്കിയാൽ അറിയാം. കണ്ട പ്രണയമാണ്. ജോർജ് പാട്ടിനെതിരായി. ഒരു സിനിമ പാട്ട് വേണോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്നായിരുന്നു ജോർജിന്റെ അഭിപ്രായം. പക്ഷെ ഭയങ്കര ശാഠ്യമായിരുന്നു. ഇന്ന് ഉൾക്കടൽ നിൽക്കുന്നത് ഞാൻ വിചാരിക്കുന്നത്, എന്നാൽ എല്ലാവരും വിളിച്ചിട്ട് പറയും, മഞ്ജുള അവിടെ ഇരിപ്പുണ്ട്, രാവിലെ എന്നെ വിളിച്ചിട്ട് പാട്ട് കേൾക്കാൻ വേണ്ടി വിളിച്ചത്. എൻ്റെ ശബ്ദം കേൾക്കാനല്ല. ശരദിന്ദു മലർ ദീപനാളം നീട്ടി സുരഭിലയാവങ്ങൾ സുരമിട്ടി എന്നുള്ള OMVയുടെ മനോഹരമായ പാട്ട് അതിനകത്തുണ്ട്. MBS മ്യൂസിക് കൊടുത്ത പാട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ആ സിനിമയ്ക്കകത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, സിനിമ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് പാട്ട് റെക്കോർഡ് ചെയ്തത്. അങ്ങനെ ഒറ്റ പാട്ട് മാത്രമേ ഉള്ളൂ നേരത്തെ റെക്കോർഡ് ചെയ്തത്, ഈ ശരദിന്ദു മലർ എന്നുള്ളത്. ബാക്കിയുള്ള 4 പാട്ടുകളും പുരയിൽ മുങ്ങിത്താഴും സന്ധ്യ, കുങ്കുമപ്പൊട്ടിനഴകും വിഴുങ്ങുന്ന തിര, അത് നഷ്ടവസന്തത്തിൻ തത്വനിശ്വാസമേ, ഇതെല്ലാം സിനിമ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. എന്താ കാര്യം എന്നറിയാമോ? യേശുദാസ് പാടണം നിർബന്ധമുണ്ടായിരുന്നു. എനിക്കുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന അതിൻ്റെ പ്രൊഡ്യൂസർ KJ തോമസ്, എന്നെ ഞങ്ങൾ വിളിച്ചിരുന്ന KJ തോമസ് നിർബന്ധമായിരുന്നു ദാസ് പാടണം. ദാസാണ് ഇവിടെ ഇല്ലത്, അമേരിക്കയിലാണ്. അപ്പോൾ ഇയാൾ വരുന്നത് വരെ കാത്തിരിക്കണം. അങ്ങനെ സിനിമ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് അവസാനം അതെല്ലാം മറ്റു പാട്ടുകളെല്ലാം ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുക, ലിപ് മൂവ്മെന്റ് ഇല്ല. അങ്ങനെയാണ് ആ പടം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നതെന്നു വെച്ചാൽ, ഒത്തിരി ജോർജിന്റെ ഒരു യൂഷ്വൽ സ്റ്റൈലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സിനിമ ചെയ്യാൻ സന്നദ്ധനായത് ഉൾക്കടലിലാണ് ഞാൻ പറയുക. മറ്റു കോലങ്ങളായാലും ഇരകളായാലും അല്ലെങ്കിൽ ലേഖയുടെ മരണം ഫ്ലാഷ് ബാക്ക് എന്നുള്ള സിനിമയായാലും ഇതൊക്കെ എടുക്കുമ്പോൾ അതിനൊരു ജോർജിന്റെ ഒരു കുത്തകയുണ്ട്.